ക്രിസ്മസിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലം നമ്മുടെ കൊച്ചിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ മേടിക്കണമെങ്കിൽ എറണാകുളം ബ്രോഡ്വേയിലുള്ള മേത്തർ ബസാറിലേക്ക് പോയാൽ മതി. ക്രിസ്മസിനോടനുബന്ധിച്ച് മേത്തർ ബസാറിൽ അതിനായിട്ട് സ്പെഷ്യലായിട്ട് ധാരാളം ഷോപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കൊച്ചിക്കാരാണെങ്കിൽ അറിയാൻ സാധിക്കും, ഇവിടെ കൂടുതലായിട്ട് ഇലക്ട്രോണിക്സ് ഷോപ്പും അതുപോലെ വേറെ ടോയ്സ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്, അത് ഹോൾസെയിൽ. പക്ഷേ നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതെല്ലാം മാറ്റിയിട്ട് കൂടുതലായിട്ട് ക്രിസ്മസിൻ്റെ ഐറ്റംസാണ് വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഏറ്റവും കുറഞ്ഞ വില തൊട്ട് ഏറ്റവും കൂടിയ വില വരെയുള്ള ഒത്തിരി ക്വാളിറ്റി സ്റ്റഫ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് അതിന് വേണ്ട ഉടുപ്പുകളും അതുപോലെ പുൽക്കൂട് ഒരുക്കാനും ട്രീ ഒരുക്കാനും വേണ്ട സാധനങ്ങളും ഗിഫ്റ്റും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മുടെ നവംബർ അവസാനത്തോടു കൂടി തുടങ്ങിയിട്ട് ന്യൂ ഇയർ ഒക്കെ കഴിയണവരെ ഇതിവിടെ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ടൈമിനാണ് കൂടുതലായിട്ട് ഈ സെയിൽ നടക്കുന്നത്. പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ കുട്ടികളെയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കൂടുതലായിട്ടും ഡിസംബർ അവസാനത്തിന് മുമ്പായിട്ട് തന്നെ ഇവിടെ വരാൻ ശ്രമിക്കുക. കാരണം ക്രിസ്മസ് ഒക്കെ അടുത്ത് തുടങ്ങിക്കഴിയുമ്പോൾ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അത്ര തിരക്കായിരിക്കും. നമ്മൾ ക്യൂ നിന്ന് വേണം ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി. കാരണം ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, ഇത് ഭയങ്കര ഒരു ചെറിയൊരു വഴിയാണ്, ഇടവഴി പോലത്തെ ഒരു സ്ഥലമാണ്. അതിന് രണ്ട് വശങ്ങളിലായിട്ടാണ് ഈ കടകൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ക്രിസ്മസിനോടടുത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വാങ്ങിച്ച് പോരാനും പറ്റില്ല. ഇവിടെ വാങ്ങുന്നതിനേക്കാൾ ഉപരി കൂടുതലായിട്ട് ആൾക്കാർ ഇവിടെ കാണാൻ വരാറുണ്ട്. കാരണം ഇതിവിടെ കൂടുതലായിട്ടും ഫുള്ള് സ്റ്റാറും അതും ഇതുമൊക്കെയാണ് ഇടുന്നത്. ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ കൂടുതലായിട്ട് ഇവിടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അപ്പോഴാണ് ഇവർ ലൈറ്റുകളെല്ലാം തന്നെ ഓണാക്കുന്നത്. നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാണ്ട് ഇത് കാണണമെന്നാണെങ്കിൽ നിങ്ങളിപ്പോൾ പോകുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ക്രിസ്മസ് അടുക്കാറാകുമ്പോൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഭംഗിയായിട്ട് കണ്ട് ആസ്വദിക്കാനും പറ്റില്ല. ധാരാളമായിട്ട് ഇത് വാങ്ങാനും അല്ലാതെ ഇത് കാണാനും ഒക്കെ ആയിട്ട് ഒത്തിരി പേരാണ് ഇതിവിടെ വരുന്നത്. നിങ്ങളിത് കണ്ട് ആസ്വദിക്കണമെന്നാണെങ്കിൽ നിങ്ങളിപ്പോൾ പോകുന്നതായിരിക്കും നല്ലത്. അല്ല ഇത് വാങ്ങാനാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാലും മതിയാവും. കാരണം കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇത്തിരി റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ധാരാളം ആൾക്കാരാണ് കൊച്ചിയിൽ ക്രിസ്മസ് കാണാനായിട്ട് വരുന്നത്. നിങ്ങൾ കൊച്ചിയിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് കൂടുതൽ ആൾക്കാർ പോവാറ്. പക്ഷേ ഇനി നിങ്ങൾ കൊച്ചിയിലേക്ക് വരുമ്പോൾ മേത്തർ ബസാറിൽ വരാനും ഇതൊക്കെ കാണാനും മറക്കണ്ട. ഇതുപോലത്തെ ഒരു ചെറിയ വഴിയിലാണ് ഈ മേത്തർ ബസാർ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ കാറൊക്കെ ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് സേഫായിട്ട് ഇട്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. കാരണം ഈ ഒരു അവസ്ഥയല്ല ക്രിസ്മസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഇവിടെ വണ്ടികളൊന്നും ഇടാനും സാധിക്കില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വന്ന് കണ്ട് എൻജോയ് ചെയ്യുക.